എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഗ്ലോബൽ സിനാരിയോ MSW001 യൂണിറ്റ് 1 പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂറോപ്പിന് ശേഷം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ ഏഷ്യ, ആഫ്രിക്ക വൻകരകളിലെ സോഷ്യൽ വർക്കിന്റെ നാൾവഴികളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലുള്ള സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി പഠിക്കുക. അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കാൻ പോകുന്നത് US-ലും കാനഡയിലെയുമാണ്. അവിടുത്തെ ഐഡിയോളജിക്കൽ വേരിയേഷൻസ്, അതിന്റെ നാൾവഴികൾ, മൈൽ സ്റ്റോൺസ് ഒക്കെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ നോർത്ത് അമേരിക്കൻ വെറൈറ്റീസ് എന്ന്, അതായത് സോഷ്യൽ വർക്കിലെ നോർത്ത് അമേരിക്കൻ വെറൈറ്റി എന്തുകൊണ്ട് അമേരിക്കയിലെ അല്ലെങ്കിൽ കാനഡയിലെയും സോഷ്യൽ വർക്ക് വേറെ സെപ്പറേറ്റ് എൻറ്റിറ്റി നിലനിൽക്കുന്നു, അപ്പോൾ യൂറോപ്പിനെ വെച്ച് എന്ത് വ്യത്യാസമാണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡൈവേഴ്സിറ്റി വന്നത് എന്ന് ചോദിച്ചാൽ അത് ഹിസ്റ്റോറിക്കലും പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള റീസൺസ് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റീസൺസ്. സോ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ നോർത്ത് അമേരിക്കൻ വെറൈറ്റീസ് വരാനുള്ള കാരണം ഹിസ്റ്റോറിക്കലും കൾച്ചറലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ്. മാത്രമല്ല അമേരിക്കയിലെയും കാനഡയിലെയും സോഷ്യൽ വർക്ക് എന്നാൽ ഡിസ്റ്റിങ് ആയിട്ട് അതിൽ വ്യത്യാസമുണ്ട്. കാരണം കാനഡയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കമ്പാഷനേറ്റ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടുമാണ് നോർത്ത് അമേരിക്കൻ വെറൈറ്റീസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സോഷ്യൽ വർക്കിന്റെ നാൾവഴികൾ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് തൊട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് പ്രബലമായ ഒരു ശക്തിയും വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. രണ്ടാം ലോക മഹായുദ്ധമാണ് അമേരിക്കയിലെ ഒരു വേൾഡ് പ്രൊമിനന്റ് ഫിഗറാക്കി മാറ്റുന്നത്. അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക് പവർ ആയിക്കോട്ടെ, ആ ഒരു പ്രൊമിനന്റ് ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ ലോക പോലീസ് ആയിട്ട് അമേരിക്കനെ മാറ്റുന്നുണ്ട്. ആ ഒരു ലോക പോലീസിന്റെ ആ ഒരു ഗർവ് അമേരിക്ക കൃത്യമായി തങ്ങളുടെ അധീനതയിലുള്ള മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കൃത്യമായി വ്യാപിപ്പിക്കുന്നത് തങ്ങളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഐഡിയോളജീസ് അല്ലെ പെഡഗോഗി അത് വളരെ ഉന്നതമാണെന്നും അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന രീതിയിലാണ്. അപ്പോൾ ഇവരുടെ അമേരിക്കൻ വാല്യൂസ് ഐഡിയോളജീസും ഫോളോ ചെയ്യുമ്പോൾ അവരും, അതായത് അതിൽ കൂടെ പഠിച്ചു വരുന്ന ആൾക്കാരും അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ലക്ഷ്യത്തോടുകൂടി അമേരിക്കൻ പെഡഗോഗിനെ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അത്തരത്തിൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ് വളരെ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കാരണമായ ഒന്നാണ് കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അറൌണ്ട് 30 കൺട്രീസിലെ സോഷ്യൽ വർക്ക് എങ്ങനെ വേണം, അതിന്റെ സ്റ്റാൻഡേർഡ്സ്, അതിന്റെ ക്വാളിറ്റി ഒക്കെ നിർണ്ണയിക്കുന്നത് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ് കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. സോ ഈ രീതിയിൽ അമേരിക്കൻ പെഡഗോഗിയും അമേരിക്കൻ ഐഡിയോളജിയും മറ്റ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സോഷ്യൽ വർക്കിന്റെ രൂപീകരണത്തിലും അതിന്റെ പ്രൊഫഷണലിന്റെ ക്രമപ്പെടുത്തലിലും ഒക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്ലൈഡിലേക്കുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ ഇമ്പാക്ട് അമേരിക്കൻ എഡ്യൂക്കേഷനിൽ കൂടെ തന്നെ നമ്മൾ എന്താണ് ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസിന്റെ കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അമേരിക്കൻ ഈ രീതിയിലുള്ള പെഡഗോഗിയും ഈ രീതിയിലുള്ള ട്രെയിനിങ് പ്രാക്ടീസും അതെന്താണ് മറ്റു കൺട്രീസിലേക്ക് എന്താക്കാൻ തുടങ്ങി. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ബെസ്റ്റ് മോഡൽ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും മറ്റു കൺട്രീസും അത് സ്വീകരിക്കുന്ന രീതിയിൽ അത് തന്നെ അതേപടി പകർത്തുന്ന രീതിയിലുമാണ് എന്ന സമീപനാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിക്കോട്ടെ സോഷ്യൽ വർക്ക് വരുന്നത് അമേരിക്കൻ മിഷണറീസ് വഴിയാണ്. സോ അമേരിക്കയിലുള്ള അതേ രീതി തന്നെ ഇന്ത്യയിൽ ആദ്യഘട്ടത്തിൽ എന്താണ് പകർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇൻഡിജിനൈസേഷൻ ഒക്കെ വരുന്നു. നമ്മൾ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി നമ്മുടേതായ ഒരു പുതിയ സോഷ്യൽ വർക്ക് രീതിയെ ഉടലെടുക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ എമർജൻസി ഇൻ സോഷ്യൽ വർക്ക് അമേരിക്കയിലെ നമുക്ക് 3 രീതിയിൽ പറയാൻ സാധിക്കും. ഒന്ന്, ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളും അതിന്റെ ഇൻഫ്ലുവൻസും. 2 ഡിബേറ്റുകൾ, അതായത് പൊളിറ്റിക്കൽ അക്കാഡമിക് ഡിബേറ്റുകൾ, അത് സോഷ്യൽ വർക്ക് ഹിസ്റ്ററിയെ സ്വാധീനിക്കുന്നുണ്ട്, അതിന്റെ രൂപപ്പെടുത്തലുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ വർക്ക് ഇസ് എ പ്രൊഫഷൻ എന്ന ഒരു ഡിബേറ്റിൽ നിന്നാണ് എന്താണ് പ്രൊഫഷണലിസം എന്ന രീതിയിലും സോഷ്യൽ വർക്ക് എങ്ങനെ പ്രൊഫഷണൽ ആക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ എക്കണോമിക് ചേഞ്ചസ് അതും സോഷ്യൽ വർക്ക് പ്രൊഫഷനെ സ്വാധീനിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് ഹിസ്റ്ററി അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ കോൺടാക്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് സോഷ്യൽ വർക്ക് സെക്ടറിൽ വളരെ നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് കോൺസ്റ്റിറ്റ്യൂഷണലായ 2 ഗവൺമെന്റ് നയമായി മുന്നോട്ട് വന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഗവൺമെന്റ് ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും സോഷ്യൽ വെൽഫെയർ പദ്ധതികളും അല്ലെങ്കിൽ ആ മേഖലയിൽ കൃത്യമായി ഉണ്ടായിരുന്നു. മാത്രമല്ല യൂറോപ്പിൽ നടപ്പിലാക്കി വന്നിരുന്ന എലിസബത്തിയൻ ഗോർലോ പോലുള്ള ഇനീഷ്യേറ്റീവ്, അത് ലോകളും എന്താണ് അമേരിക്കയിൽ യഥാക്രമം നടപ്പിലാക്കി വരികയും സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം 1930 കാലഘട്ടമാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് 1930 എന്ന കാലഘട്ടം ഇവിടെ
ഊന്നി പറയുന്നത്. കാരണം ലോകം കണ്ട ഒരു സാമ്പത്തിക മാന്ദ്യം കടന്നുപോയ വർഷമായിരുന്നു 1930 എന്ന് പറയുന്നത്. വർഷങ്ങളായിരുന്നു 1930 എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ പോലെ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അതിൽ കൃത്യമായും ബാധിക്കുക സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ജനവിഭാഗത്തെയാണ്. അത്തരം ജനവിഭാഗങ്ങൾക്ക് എന്തായി പോകുന്നു? ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി അവരെ ബാധിക്കുന്നു. അപ്പോൾ ആ ഒരു പരിഹാരം, അതിന് പരിഹാരം കാണാൻ വേണ്ടി പ്രസിഡന്റ് ആയിട്ടുള്ള റൂസ്വെൽറ്റ് കൊണ്ടുവന്നതാണ് ന്യൂ ഡീൽ. ന്യൂ ഡീൽ എന്ന പദ്ധതി. ന്യൂ ഡീൽ എന്ന പദ്ധതി അതിഥിയായി ലക്ഷ്യം വെക്കുന്നത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലോവർ സ്ട്രാറ്റയിലുള്ള സമൂഹത്തിൽ ലോവർ ലെയർ ഉള്ള ലെയ്മാൻസ് പാവങ്ങൾക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് ന്യൂ ഡീൽ വരുന്നത്. മാത്രമല്ല സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് എനാക്ട് ചെയ്യുന്നതും 1935 എനാക്ട് ചെയ്യുന്നതും ഈ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം വരുന്നത് ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാം ആണ്. ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാം എന്നത് ലിൻഡൻ ജോൺസൺ 1960-കളിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പോവർട്ടി റിഡക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യുക എന്നീ 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അവിടെ ചെയ്തത്? എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ ഹെൽത്ത് കെയർ ഉറപ്പുവരുത്തുന്നതാണ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ ജീവിത നിലവാരം ഉയർത്തുമ്പോൾ അവർ കൃത്യമായ ഹെൽത്ത് കെയർ എല്ലാവർക്കും എസെൻഷ്യൽ ഹെൽത്ത് കെയർ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മെഡി ഹെൽത്ത് പോലുള്ള പദ്ധതികൾ നിലവിൽ വരുന്നതും അത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു സഹായമായി മാറുന്നതും. അപ്പോൾ ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാം, ന്യൂ ഡീൽ, സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് എന്നിവ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതൊക്കെ എത്ര തരത്തിലുള്ള മാറ്റങ്ങളാണ്, എത്ര ഇമ്പാക്റ്റുകളാണ് സോഷ്യൽ വെൽഫെയർ മേഖലയിൽ വഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ യൂറോപ്പിൽ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിലും നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ സിവിൽ സൊസൈറ്റി എഫേർട്സ്, അതായത് YMCA, YWCA, സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ്, ചാരിറ്റി ഓർഗനൈസ്ഡ് സൊസൈറ്റീസ്, ഇതൊക്കെ നമ്മൾ യൂറോപ്പിലും കണ്ടതാണ്. യൂറോപ്പിൽ നിന്ന് വിപരീതമായി അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് അധികമായി അമേരിക്കയ്ക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റും അതുപോലെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. ഇത് രണ്ടിന്റെ ഇൻവോൾവ്മെന്റ്, അതിന്റെ രണ്ടിന്റെ മൂവ്മെന്റ്സ്, അതായത് സിവിൽ റൈറ്റ് മൂവ്മെന്റ്സ്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, ഇതൊക്കെ സോഷ്യൽ വർക്കിന്റെ ആ പ്രൊഫഷനെ ചിട്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലില് പ്രായോഗിക തലത്തില് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഭാഗമായുള്ള റാഡിക്കൽ ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള തിങ്കിങ് ഏറ്റവും അടിത്തട്ടിൽ സോഷ്യൽ വർക്കിന്റെ അതായത് അത് പ്രാവർത്തികമാകുന്ന രീതി നമ്മൾ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഒന്നും പറയില്ലേ, ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എന്ന് പറയില്ലേ, അവിടെ വരുമ്പോൾ ഇത്തരം കോൺസെപ്റ്റുകൾ, ഇത്തരം ചിന്തകൾ, റാഡിക്കൽ ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ആ ഒരു പ്രൊഫഷണലിനെ രൂപപ്പെടുത്തുന്നതിലും ആ ഒരു പ്രൊഫഷൻ രൂപപ്പെടുന്നതിന് അതിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മളിപ്പോ പുരോഗമനമായ ചിന്തകൾ എന്തായിട്ടുണ്ട്, ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നതിലും അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിലും കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയിലേക്ക് മാത്രം, അമേരിക്കയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ട്രെയിനിങ് ഓഫ് സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്കിന്റെ ട്രെയിനിങ് അമേരിക്കയിൽ എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുമ്പോൾ ട്രെയിനിങ് ഫോർ സോഷ്യൽ വർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, എവിടെയാണോ കൂടുതൽ പണം ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെയാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പണം കുമിഞ്ഞു കൊടുക്കുകയാണ്. അമേരിക്കൻ എക്കണോമിയിൽ പണം കുമിഞ്ഞു കൂടുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രശ്നങ്ങളും കൂടുതലായിരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ആവശ്യമുണ്ടായിരുന്നു, സ്കിൽഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ട്രെയിനിങ് തുടങ്ങുന്നത്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന രീതിയിലേക്ക് അത് വളരുന്നതിന് മുമ്പ് ട്രെയിനിങ് ആയിരുന്നു. ആ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിന് അതിന് പങ്കുവച്ച എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ അവരിൽ ഫോറിനേഴ്സ് ആണ്, അതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് അവിടെ ട്രെയിനിങ്ങിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. നമ്മൾ ഈ ട്രെയിനിങ്ങിന്റെ ചരിത്രം വ്യക്തമായി വരുന്ന യൂണിറ്റുകൾ നമ്മൾ മനസ്സിലാക്കും. സോ നിങ്ങൾ അത് കാര്യം മനസ്സിലാക്കി വെക്കുക. നമുക്ക് കൃത്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. ആ പ്രൊഫഷണൽസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വരുന്നത് തന്നെ. ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യൽ എക്കണോമിക്സ് വരുന്നു, അതുപോലെ കൊളംബിയ യൂണിവേഴ്സിറ്റി വരുന്നു. ഇതൊന്നും ആദ്യം സോഷ്യൽ വർക്കിന്റെ അണ്ടറിലല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ഡിബേറ്റ്സ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രധാനപ്പെട്ട ഡിബേറ്റുകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഒരുമിച്ച്, അതായത് നമ്മുടെ പ്രൊഫഷണൽ വർക്കിന്റെ
ചട്ടക്കൂടുകൾ നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പ്രൊഫഷൻ എന്ന രീതിയിലേക്ക് ഇപ്പൊ കാര്യമായ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിലോ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾക്ക് വഴികാട്ടാനും ഇടയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, അപ്പോൾ സോഷ്യൽ വർക്കിൽ പ്രധാനമായിട്ടുള്ളത് നാച്ചർ ഓഫ് പ്രൊഫഷൻ, നമ്മുടെ ഒരു പ്രൊഫഷണൽ ഐഡന്റിറ്റി എങ്ങനെയാണ് ഈ സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ എന്ന രീതിയിലുള്ള ഡിബേറ്റുകളുണ്ട്. നമ്മൾ അതിനിപ്പോഴും ആൻസർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം ആണോ അല്ല ഒരു സൊസൈറ്റിന്റെ പ്രോബ്ലം ആണോ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളാണോ അഡ്രസ് ചെയ്യുന്ന കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതല്ല സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പം സോഷ്യൽ വർക്കിന് ഇത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇത് നിങ്ങൾ എന്താണ് ഇമ്പോർട്ടന്റ് ഡിബേറ്റ്സ് എന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന വെൽഫെയർ എന്ന് പറയുന്നത് ആക്ട് ഓഫ് ബെലവനൻസ് ബൈ ദ ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ? അതായത് ഗവൺമെന്റ് നൽകുന്ന ഒരു കാരുണ്യം അല്ലെങ്കിൽ ധർമ്മം ആ രീതിയിൽ ഗവൺമെന്റ് നൽകേണ്ടതാണോ അല്ല നമ്മുടെ അവകാശമാണോ? ആ രീതിയിലുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം ആണോ അഡ്രസ് ചെയ്യേണ്ടതല്ല ഒരു സൊസൈറ്റിയുടെ മൊത്തം പ്രോബ്ലം ആണ്. ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താക്കണം, കൃത്യമായി ഒരു ധാരണ മനസ്സിലുണ്ടാക്കി വെക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കയിലെ സോഷ്യൽ വർക്കിന്റെ നാൾവഴികളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അത് ഒന്ന് ആ സ്ലൈഡിൽ കൂടി ഒന്ന് കടന്നു പോകാം. അപ്പൊ അതായത് നാൾവഴികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ എന്താണ്, അമേരിക്കൻ വെറൈറ്റി, അതായത് എങ്ങനെയാണ്, പിന്നെ അതിന്റെ കോൺട്രവേഴ്സി, അതായത് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇൻ അതർ നേഷൻസ്, മാത്രമല്ല അമേരിക്കൻ ഹിസ്റ്ററിയിലെ 3 ടൈപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഹിസ്റ്റോറിക്കൽ പ്രോസസ്, എക്കണോമിക് ചേഞ്ചസ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ്, അതുപോലെ തന്നെ അക്കാഡമിക് ഡിബേറ്റ്സ്. ആ രീതിയിലുള്ളത് 3 തരത്തിലുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ന്യൂ ഡീൽ കണ്ടു, സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാമിനെ പറ്റി പരിചയപ്പെട്ടു, നോൺ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കടന്നുപോയി, അതിൽ റാഡിക്കൽ ആയിട്ടുള്ള റിഫോം, പ്രോഗ്രസീവ് ആയിട്ടുള്ള വ്യൂസ്, ഐഡിയോളജി എങ്ങനെയാണ് വരുന്നത്, സിവിൽ റൈറ്റ് ആക്ടിവിറ്റീസിലൂടെയും ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല ഇവിടെ നമ്മൾ മേരി റിച്ച്മന്റെ ഫ്രണ്ട്ലി വിസിറ്റർ, നമ്മളെ കേസ് വർക്കിലേക്കുള്ള ഒരു ഫോർ റണ്ണർ എന്ന രീതിയിലൊക്കെ പറയാം. നമ്മൾ കേസ് വർക്ക് പറയുമ്പോൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. സോ നമുക്ക് ഇതും കൂടി ഇവിടെ ഉണ്ട് എന്ന രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ട്രെയിനിങ് എങ്ങനെയാണ്, ആ ട്രെയിനിങ്ങിന്റെ ചരിത്രം രൂപപ്പെടുന്നത്, ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ മനസ്സിലാക്കും. ഏതായാലും ജസ്റ്റ് ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ്, ഈ ഒരു നീഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം വരുന്നത് ഡിബേറ്റ്സുകളാണ്. ഡിബേറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കേണ്ടത്, ഈസ് വെൽഫെയർ എ റൈറ്റ് ഓർ ആക്ട് ഓഫ് ദ ബെനഫിറ്റ്സ് ബൈ ദി ഗവൺമെന്റ് എന്നത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ ഡിബേറ്റ്സിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനില്ല, കാരണം ഇന്ന കാര്യങ്ങളാണ്. ഇത് എന്താണ്, ഓരോരുത്തരെയും പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നത് നിങ്ങൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങൾ ഇതെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ കാനഡയിലെ സോഷ്യൽ വർക്ക് എങ്ങനെയാണുള്ളത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാനഡ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു നോർത്തേൺ നെയ്ബർ ആണ്. മാത്രമല്ല സോഷ്യൽ വെൽഫെയർ അപ്രോച്ചസ് നോട്ടബിൾ ഡിഫറൻസ് കാനഡയിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നോട്ടബിൾ ഡിഫറൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് അതാണ്, സോഷ്യൽ വെൽഫെയർ അപ്രോച്ചിന്റെ രീതി കാനഡയിലും അമേരിക്കയിലും വ്യത്യസ്തമായിരുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കാനഡിയൻ സിസ്റ്റം എന്ന് പറയുന്നത് മോർ ഹ്യൂമെയിൻ ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയർ സിസ്റ്റമാണ് കാനഡയ്ക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനടുത്താണ് അത് നോട്ടബിൾ ഡിഫറൻസ് ആണ്. സോഷ്യൽ വെൽഫെയർ അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയിലുള്ളത് അത്ര ഹ്യൂമെയിനും കോംപ്രിഹെൻസീവ് അല്ല എന്ന് തന്നെയാണ്. ഇനി ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം കാനഡയിലുള്ളത് നമുക്ക് എന്തെല്ലാമെന്ന് നോക്കാം. കാനഡയുടെ ഫോർമേഷൻ 1867, അതിനുശേഷം ഒരു 30 വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കാനഡയിലെ സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെന്റിന്റെ ഒരു ചരിത്രം ഉള്ളത്. മാത്രമല്ല ഈ മോഡേൺ ഇറ അല്ലെങ്കിൽ മോഡേൺ പീരീഡ്, മോഡേൺ സോഷ്യൽ വെൽഫെയർ സിസ്റ്റത്തിന്റെ, സോറി ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒന്ന് കട്ട് ചെയ്യണേ. അതായത് സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെന്റിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് ഒരു കാനഡയുടെ ഫോർമേഷൻ 1967 ഫോർമേഷൻ ശേഷമുള്ള 30 വർഷത്തിന് ശേഷമുള്ളതാണ്. അപ്പോ അത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ട്രേസ് ചെയ്ത് വരുമ്പോൾ പ്രൈമറിലി ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക 1941 1981 ഇടയുള്ള കാലഘട്ടത്തിലാണ്. അതായത് മോഡേൺ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം
അത് ഡെവലപ്പ് ആകുന്നത് ഈ ഒരു 1941 ടു 1981 ആ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെന്റ് ട്രേസസ് ബാക്ക് ടു 30 years ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് കാനഡ ഇൻ 1867 എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല primarily developed between social welfare system primarily developed between 1941 and 1981 എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെന്റിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക്, കാനഡയിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകൾ എന്തെല്ലാമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണിലെ 1935 അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. പിന്നെ 1940 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ആസ് എൻടൈറ്റിൽമെന്റ് ആയിട്ട് എത്തിക്കുന്നു. അതിനുശേഷം 1945 ഫാമിലി അലവൻസ് വരുന്നു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഓൾ മദേഴ്സിന് വേണ്ടി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. 1952 ഓൾഡ് ഏജ് സെക്യൂരിറ്റി OAS ആക്ട് വരുന്നു. അതെന്താണ്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എലിജിബിൾ എൽഡർലി റെസിഡൻസ്. നമ്മളിപ്പോ നോക്കുക, ഇവിടെ അൺഎംപ്ലോയ്മെന്റിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിനെ 1940 ആകുമ്പോഴത്തേക്ക് അൺഎംപ്ലോയിഡ് അലവൻസ് എൻടൈറ്റിൽമെന്റ് കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താണ്? ഫാമിലി എൻടൈറ്റിൽമെന്റ് ആക്കി. 1945 ഫാമിലി അലവൻസ് വന്നു. അത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആർക്കും ഓൾ മദേഴ്സിനാണ്. 1950 ഓൾഡ് ഏജ് സെക്യൂരിറ്റി വരുന്നു, അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എലിജിബിൾ എൽഡർലി റെസിഡൻസിന്. 1965 മുതൽ 1966 വരെ ഇനിഷ്യേഷൻ ഓഫ് 3 കീ പ്രോഗ്രാംസ് ആണുള്ളത്. അത് കാനഡ പെൻഷൻ പ്ലാൻ CPP, കാനഡ അസിസ്റ്റൻസ് പ്ലാൻ CAP ആൻഡ് മെഡിക്കെയർ. നമ്മൾ മെഡിക്കെയർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് അതിന്റെ ലക്ഷ്യം എന്നത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ 1985 വരുമ്പോൾ ദി കാനഡ ഹെൽത്ത് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്തിനാണ്? ഇൻട്രൊഡ്യൂസ് യൂണിവേഴ്സൽ കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയർ. അപ്പോ ഈ ലാൻഡ്മാർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് വെൽഫെയറിലെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയറിലെ ഈ ലാൻഡ്മാർക്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ മനസ്സിലാകുക? എല്ലാ മേഖലകളിലും, നാനാ മേഖലകളിലും സ്പർശിക്കുന്ന സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് കാനഡയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അത് വിച്ച് സ്റ്റാർട്ട് ഫ്രം അൺഎംപ്ലോയ്മെന്റ്, അത് യൂത്ത്, ഫീമെയിൽ മദേഴ്സ്, അതുപോലെ തന്നെ എൽഡർലി, എല്ലാ മേഖലകളും. അതുപോലെ പെൻഷൻ പ്ലാൻ വരുന്നു, മെഡിക്കെയർ വരുന്നു. ഇതൊക്കെ എന്താണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കാനഡയിലെ സോഷ്യൽ വെൽഫെയർ പ്ലാൻ എന്ന് അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ അത്രയും കൊണ്ട് നമുക്ക് എന്താണ് നോർത്ത് അമേരിക്കൻ പാർട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നോർത്ത് അമേരിക്കൻ പാർട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അഡ്രസ് ചെയ്യുന്നുള്ള കീ പോയിന്റ്സുകളാണ്. നിങ്ങളുടെ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ അകത്ത് ഇതിനകത്ത് കുറെ ലെങ്തി ആയിട്ട് ഇതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കീ പോയിന്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വായിക്കണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അതിന്റെ അത് എന്താണ് കൊടുത്തത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നൗ വി ആർ ഗോയിങ് ടു സൗത്ത് അമേരിക്ക. നമ്മൾ നോർത്ത് അമേരിക്ക മനസ്സിലാക്കി. ഇനി സൗത്ത് അമേരിക്കയ്ക്ക് വരുമ്പോൾ സൗത്ത് അമേരിക്കയുടെ ഒരു ഓവറോൾ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം സോഷ്യൽ വർക്ക് അവിടെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് അറിയുന്ന മുമ്പ് എന്താണ് സൗത്ത് അമേരിക്കയുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി കോളനികളായിരുന്നു. ആരുടേത്? സ്പെയിൻ ആൻഡ് പോർച്ചുഗലിന്റെ കോളനികളായിരുന്നു. ആ രീതിയിലുള്ള കിരാത ഭരണത്തിനെയും ഡിക്റ്റേറ്റർഷിപ്പിനും ഒക്കെ വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചിലിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെരൂദയുടെയൊക്കെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ മേലുണ്ടായിരുന്ന അധിനിവേശം എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. അപ്പൊ അതിനെതിരെ റെസിസ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതായത് സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ്, അവരുടെ റിലീജിയനും കസ്റ്റംസിലും ഒക്കെ എത്രത്തോളം, അവരുടെ ആചാരങ്ങളൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് വരുത്തിയത് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇപ്പൊ കോൾഡ് വാറിന്റെ സമയത്ത് ആയിക്കോട്ടെ അമേരിക്കയുടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് അത് പൊളിറ്റിക്കൽ മാത്രമായിട്ടുള്ള അവര് എഡ്യൂക്കേഷനിൽ എല്ലാ രീതിയിലും അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മാത്രമല്ല ഇന്റേണൽ അഫയേഴ്സിൽ വരെ അമേരിക്ക ഇടപെടുന്നുണ്ട്. അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ടുള്ള ആൾക്കാരെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഹിസ്റ്ററി പരിശോധിക്കാൻ വളരെ ടർബുലന്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കുക. ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് കാണാൻ സാധിക്കും, ഡിക്റ്റേറ്റർഷിപ്പ് കാണാൻ സാധിക്കും, ഫ്യൂഡൽ ഭരണങ്ങൾ കാണാൻ സാധിക്കും, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്, റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ അവിടെ എന്താണ് പ്രിഡോമിനന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതിനിടയിലും ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ചെറുത്തുനിൽപ്പുകൾ, റെസിസ്റ്റൻസ്, അതിന്റെ റവല്യൂഷണറി ആയിട്ടുള്ള വിജയങ്ങൾ അതും നമുക്ക് സൗത്ത് അമേരിക്കയിൽ കാണാൻ സാധിക്കും. സോ അത്രയും സംഭവബഹുലമായ സമരമുഖരിതമായ ചരിത്രമുള്ള സൗത്ത് അമേരിക്ക, അവിടെ സോഷ്യൽ വർക്കിന്റെ നാൾവഴികൾ, അതാണ് നമ്മൾ നോക്കുന്നത്.
സോ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ലാൻഡ്മാർക്ക് ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1925 ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും സാന്റിയാഗോ ഡി ചിലയിലാണ്. ദെൻ 1930s ആകുമ്പോൾ ഫസ്റ്റ് സോഷ്യൽ വർക്ക് കോഴ്സ് അർജന്റീനയിൽ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നു. 1978 അർജന്റീന കൗൺസിൽ ഓൺ സോഷ്യൽ സർവീസ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഈ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിനുശേഷം ഈ ഒരു ഇനീഷ്യൽ പീരീഡ് അപ്പോൾ ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയി, അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ അത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും വേണ്ടതാണ്. അതിലൊന്നാണ് റീകൺസെപ്ച്വലൈസേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 1960-കളുടെ മധ്യം തൊട്ട് 1970-കളുടെ മധ്യം വരെ ഉണ്ടായിരുന്ന റീകൺസെപ്ച്വലൈസേഷൻ പീരീഡ് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1960-കളുടെ മധ്യം തൊട്ട് 1970-കളുടെ മധ്യം വരെയുള്ള ഈ കാലഘട്ടത്തിൽ റീകൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് നടന്നത് എന്ന് വെച്ചാല് ഇതുവരെ അമേരിക്കയിൽ, അതായത് സൗത്ത് അമേരിക്കയിൽ അടിച്ചേൽപ്പിച്ചിരുന്നത് അമേരിക്കൻ നയങ്ങളും അമേരിക്കൻ നിലപാടുകളും അമേരിക്കൻ ഐഡിയോളജികളും അതിൽ സമ്പന്നമായ സോഷ്യൽ വർക്കായിരുന്നു. ഇത് അവരുടെ രാജ്യത്തിന്റെ, അവരുടെ പ്രശ്നങ്ങളുടെ, അവരുടെ പൊട്ടൻഷ്യലിനെ, അവരുടെ വിഭവങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവരുടേതായിട്ടുള്ള ഇൻഡിജിനസ് നോളജ് ആഡ് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒന്നായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ കൺസെപ്റ്റുകളെ ഇവർ റീകൺസെപ്ച്വലൈസ് ചെയ്യുകയാണ്. അതായത് യൂറോപ്പിൽ നിന്നും US-ൽ നിന്നും അല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിക്കേണ്ടത്, മറിച്ച് ഞങ്ങളുടെ വിഭവങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന ചിന്തയാണ് ഈ ഒരു റീകൺസെപ്ച്വലൈസേഷന്റെ കേന്ദ്ര ബിന്ദു എന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു റീകൺസെപ്ച്വലൈസേഷൻ പീരീഡിൽ ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്, രണ്ട് ചിന്താധാരകളാണ് ഫങ്ഷണലിസ്റ്റ് ആൻഡ് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസ്റ്റ്. എന്താണ് ഈ ഫങ്ഷണലിസ്റ്റ് ചിന്താധാര എന്ന് വെച്ചാൽ, സോഷ്യൽ വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ കൺട്രി ഡെവലപ്മെന്റ്. സോഷ്യൽ വർക്കേഴ്സ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്യണം. എങ്ങനെയാണ്? എയിമിംഗ് ഫോർ സോഷ്യൽ ഇക്വിലിബ്രിയം, സാമൂഹികമായ സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം. ബൈ അഡ്രസ്സിങ്, എങ്ങനെയാണ് സാമൂഹികമായ സന്തുലിതാവസ്ഥ ഉണ്ടാകുക? നിങ്ങൾ ഇത് ഓർക്കണം, നമ്മളിത് പറയുന്നത് വളരെ ഹിസ്റ്ററിക്കൽ, വളരെ ടർബുലന്റ് ഹിസ്റ്ററിയുള്ള അല്ലെങ്കിൽ ടർബുലൻസിലൂടെ കടന്നു പോകുന്ന രാജ്യത്താണ്. എന്ത് സോഷ്യൽ ഇക്വിലിബ്രിയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? റേസിസവും ഡിസ്ക്രിമിനേഷനും കൊടികുത്തി വാഴുന്ന ഫ്യൂഡൽ ഭരണം നിലനിൽക്കുന്ന സ്ഥലത്താണ് സോഷ്യൽ ഇക്വിലിബ്രിയം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ബൈ അഡ്രസ്സിങ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഡിസ്ഫങ്ഷൻ, അഡ്രസ്സിങ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഡിസ്ഫങ്ഷൻസ്. അതാണ് പോയിന്റ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റിക്കിന്റെ ആ ഒരു ചിന്താധാരയിലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്കേഴ്സ് അസിസ്റ്റ് ദ പുവർ ഇൻ ഓവർകമ്മിങ് ഒപ്രഷൻ ആൻഡ് മാർജിനലൈസേഷൻ. സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി എന്തായി മാറുകയാണ്? സാധാരണക്കാരെ സഹായിക്കൽ. എങ്ങനെ സഹായിക്കലാണ്? ഒപ്രഷനും അടിച്ചമർത്തലുകളും മാർജിനലൈസേഷൻ, നമ്മൾ ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന അതിനൊക്കെ മറികടക്കാനുള്ള വേണ്ട ധൈര്യം, ആത്മവിശ്വാസവും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് വേണ്ടത് എന്ന രീതിയിൽ ആ രീതിയിലുള്ള ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ വർക്കേഴ്സ് വരണം എന്നാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് തോട്ട്സ് പറയുന്നത്. അത് കൃത്യമായി അത് ആ ഒരു ചിന്താധാര ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? പൗലോ പിയറിന്റെ കോൺസെപ്റ്റ് ഓഫ് കോൺസെൻട്രൈസേഷൻ ആണ്. അതായത് അവേക്കനിങ് ഓഫ് കോൺഷ്യസ്നസ്. ഇത് നമ്മൾ B.Ed കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. പൗലോ പിയർ, ദി കോൺസെപ്റ്റ് ഓഫ് കോൺസെൻട്രൈസേഷൻ, ദി അവേക്കനിങ് ഓഫ് കോൺഷ്യസ്നസ്. അപ്പോ എന്താണത്? നമ്മൾ അടിച്ചമർത്തപ്പെട്ട ഈ ജനവിഭാഗത്തിന് നമ്മൾ ആത്മവിശ്വാസവും കൊടുത്ത് അവരെ ഒരു മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുക, നൽകുകയും അവരെന്താണ് ഒപ്രഷനിൽ നിന്നും ആ മാർഗനൈസേഷനിൽ നിന്നും ആ വെസ്റ്റേൺ പവേഴ്സിന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് സ്വതന്ത്രരാകാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം എന്നാണ് അതിൽ പറയുന്നത്. സോ ഈ റീകൺസെപ്ച്വലൈസേഷൻ പീരീഡ് എന്താണെന്നും അത് വളരെ വിപ്ലവാത്മകമായ ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ റീകൺസെപ്ച്വലൈസേഷൻ എങ്ങനെയാണ് നടന്നത്, അപ്പൊ യൂറോപ്പിന്റെയും US-ന്റെയും മേൽക്കോയ്മയെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, അതിൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്, തോട്ട്സിന് ഉള്ള പങ്ക് ഒക്കെ നിങ്ങൾ എന്താക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഇത് കേട്ടിട്ടൊന്ന് വായിച്ചു നോക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൗത്ത് അമേരിക്ക. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഏഷ്യ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏഷ്യയിലെ സോഷ്യൽ വർക്കിന്റെ നാൾവഴികളാണ്. ഏഷ്യ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു കർമ്മഭൂമിയാണ്. അവിടെ സോഷ്യൽ വർക്കിന്റെ ചരിത്രം എങ്ങനെയാണെന്നത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യയിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മതങ്ങൾക്ക് ഉള്ള സ്വാധീനം. കാരണം ഹിന്ദുസ് ആയിക്കോട്ടെ, ബുദ്ധിസം ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ജൈനിസം ആയിക്കോട്ടെ, എല്ലാ മതങ്ങളുടെയും കൂടിച്ചേർന്ന സംഗമ ഭൂമിയാണ് ഏഷ്യ, ഭൂമികയാണ് ഏഷ്യ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മതങ്ങൾക്കൊക്കെ ഡീപ് റൂട്ട് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ റിലീജിയസ് ടീച്ചിങ്സും നമ്മളുടെ
കൾച്ചറിനെ വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഓർക്കുക. കാരണം നമ്മൾ ഈ കൾച്ചറും അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല കൊളോണിയൽ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 18-19 നൂറ്റാണ്ടുകളിൽ എന്താണ് ഈ നമ്മളുടെ എല്ലാ വെസ്റ്റിന്റെ ഒരു കോളനി ആയിരുന്നു ഏഷ്യ. ഏഷ്യയിലെ മിക്ക ഭൂപ്രദേശങ്ങളും. സോ ആ ഒരു എവല്യൂഷൻ, അതായത് നമ്മുടെ കൊളോണിയൽ ഹിസ്റ്ററി, ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മാത്രമല്ല ഈ സൗത്ത് അമേരിക്ക പോലെ തന്നെ, അതായത് കോളനികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സോഷ്യൽ വർക്കിന്റെ ബാലപാഠങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ അതിന്റെ ബേസിക് മോഡൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്താണ്, വാട്ട് വെസ്റ്റ് സേസ്, അതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ കാര്യങ്ങൾ ഏഷ്യയിൽ എടുക്കുമ്പോൾ നമ്മൾ എടുത്തത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് സോഷ്യൽ വർക്ക് വരുന്നത് എന്താണ് യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിലെ മോഡൽ തന്നെയാണ് എന്നത് ഓർത്ത് വെക്കുക. മാത്രമല്ല 1940, 1950കളിലെ പോസ്റ്റ് കൊളോണിയൽ ഇറയിൽ നമ്മൾ എന്താണ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെ, ആ വർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതിപ്പോ നമ്മൾ ഒരുപാട് രാജ്യങ്ങളെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഞാൻ എല്ലാ ഏഷ്യയിലെ രാജ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ അത് എന്താണ് സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ വായിക്കുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത കടന്നു പോകുന്ന വർഷങ്ങളെ അതിന്റെ ബേസിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ ഡെവലപ്പ് ആവും. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന വഴി ബേസിക് ആയിട്ടുള്ള എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഐഡിയ, ബെറ്റർ ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒരു എസ് ഒന്ന് പൊലിപ്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ളത് നിങ്ങൾ ഇത് കേൾക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിൽ 1953 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. അതൊരു 3 month കോഴ്സ് ആയിട്ടായിരുന്നു. എന്നാൽ 1958 ആകുമ്പോഴത്തേക്ക് എന്താണ് സോഷ്യൽ വെൽഫെയർ റിസർച്ച് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ വർക്ക് ഡിഗ്രി പ്രോഗ്രാംസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ എന്താണ് സോഷ്യൽ വർക്കേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ 1971 എന്താണ് അവിടെ നാച്ചുറൽ ഡിസാസ്റ്ററും അതിന്റെ സിവിൽ വാറിലെ മേജർ റെഫ്യൂജി ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടുതൽ ഫോറിൻ എയ്ഡും കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ ആ പ്രശ്നങ്ങൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചത് എന്താണ്, നമ്മൾ 1958 എന്തൊക്കെ സോഷ്യൽ വെൽഫെയർ റിസർച്ച് സെന്റർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിന് സേവനം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ബംഗ്ലാദേശിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. 1971 സിവിൽ വാർ ആൻഡ് ഫ്രീക്വന്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റെഫ്യൂജി ക്രൈസിസിലേക്ക് അവരെ നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഫോറിൻ എയ്ഡ് ലഭിച്ചു. ആ ഫോറിൻ എയ്ഡ് കൃത്യമായി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചത് എന്താണ്, 1953 അവർ സ്റ്റാർട്ട് ചെയ്ത സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 months കോഴ്സ് ആയിരുന്നു. സെക്കൻഡ് 1958 ആകുമ്പോഴത്തേക്ക് എന്താണ് കോളേജ് ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് റിസർച്ച് സെന്റർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ശ്രീലങ്ക. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1948 അപ്പോൾ അവിടെ അധികാരത്തിലായിരുന്ന സരിമാവ ഭണ്ഡാരനായികെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്ന സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസുകൾ അവർക്ക് എന്താക്കാൻ പറ്റി, രൂപപ്പെടുത്താൻ സാധിച്ചു. പക്ഷെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ അവർ പരിമിതികൾ നേരിട്ടു. കാരണം എന്താണ്, ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ബ്യൂറോക്രസിയിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ റെപ്രസെന്റേഷൻ വളരെ കുറവായിരുന്നു. അപ്പൊ അതിന് ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സിലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1952. ലേറ്റർ ഇറ്റ് റെയിൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ 1992. അപ്പോ ഈ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, അതായത് സോഷ്യൽ വർക്കേഴ്സിന്റെ ട്രെയിൻഡ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇല്ലെങ്കിൽ എന്താണ് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എഫക്റ്റീവ് ആയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസിന് എന്താക്കാൻ പറ്റില്ല, നടപ്പിലാക്കാൻ പറ്റില്ല എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമ്മൾ ഇന്തോനേഷ്യയിലേക്കാണ് നോക്കുന്നത്. ഇന്തോനേഷ്യയിലെ എന്തൊക്കെയാണ് മേജർ ആയിട്ട് ഇൻസിഡന്റ് എന്ന് ചെക്ക് ചെയ്യാം. ഇന്തോനേഷ്യയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ചരിത്രം നമുക്ക് പറയുന്നതിന് മുമ്പ് ഇന്തോനേഷ്യക്ക് എന്താണ് ഡച്ചുകാരുടെ കോളനി ആയിരുന്നു ഇന്തോനേഷ്യ. അവരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1949 1949 ശേഷം എന്താണ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1957 അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ഡം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനുശേഷം 1964 എന്താണ് സ്കൂൾ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഇപ്പോ നിലവിൽ വരുമ്പോൾ 33 യൂണിവേഴ്സിറ്റികളിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്തോനേഷ്യയുടെ ഒരു സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തരം 57 ട്രെയിനിങ് പ്രോഗ്രാംസും 64 എന്താണ് എസ്റ്റാബ്ലിഷ് സ്കൂൾ ഓഫ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാകുന്നു. നൗ പ്രസൻസ് ചെയ്യുമ്പോൾ 33 യൂണിവേഴ്സിറ്റീസ്
അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വളർച്ച. അത് നമ്മൾ എന്താണ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, നോക്കി വെക്കുക. അടുത്ത നമുക്ക് മലേഷ്യയിലേക്കാണ് നോക്കാനുള്ളത്. മലേഷ്യക്ക് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. 1957 ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. പിന്നെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1946 അണ്ടർ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ എന്താണ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് മലേഷ്യയിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് മലായ ഇനീഷ്യേറ്റഡ് എ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, ലേറ്റർ അപ്ഗ്രേഡഡ് 2-year ഡിപ്ലോമ ഇൻ സോഷ്യൽ സ്റ്റഡീസ് ഇൻ 1952. 1952 എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് മലായ സർട്ടിഫിക്കറ്റ് കോഴ്സ് സോഷ്യൽ വർക്കിൽ ആരംഭിച്ചിരുന്നു. പിന്നെ അത് 2-year ഡിപ്ലോമയായിട്ട് സോഷ്യൽ സ്റ്റഡീസ് 2-year ഡിപ്ലോമയായിട്ട് മാറുകയുണ്ടായത്. വേരിയസ് യൂണിവേഴ്സിറ്റീസ് എന്താണ് മലേഷ്യയിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് സോഷ്യൽ വർക്കിലും സോഷ്യൽ അഡ്മിനിസ്ട്രേഷനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1946 അവരുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അവർ അമേരിക്കയായിട്ട് വെച്ചു പുലർത്തിയിരുന്ന ആ ഒരു ഇഴയടുപ്പം അത് വളരെ വലുതാണ്. അതെന്താണ് അവരുടെ സോഷ്യൽ വർക്കിന്റെ എഡ്യൂക്കേഷന്റെ ചരിത്രം നോക്കുമ്പോൾ അതിലും പ്രതിഫലിക്കും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് പ്രധാന കീ ഇൻസിഡന്റ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് എന്താണ് 1950 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് CSWCD. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വഴി എന്താണ് CSWCD എന്താണ് വേരിയസ് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ US ആയിട്ടുള്ള ബന്ധം ഫിലിപ്പൈൻസിന് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു തന്നെ അവർ അതേ മോഡൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അഡോപ്റ്റ് ചെയ്തത്. അതേ CSWന്റെ അതായത് കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള CSWCD എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് വേരിയസ് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നീ കാര്യങ്ങളാണ് ഫിലിപ്പൈൻസ് മനസ്സിലാക്കുന്നത്. വിയറ്റ്നാമിൽ എഴുതി നോക്കുമ്പോൾ വിയറ്റ്നാമിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഫിലിപ്പൈൻസിലായിരുന്നു അമേരിക്കയായിട്ട് വളരെ അടുത്ത ബന്ധമാണെങ്കിൽ വിയറ്റ്നാമിലായിരുന്നു അമേരിക്കയിൽ വളരെ മോശമായിട്ടുള്ള ഒരു ബന്ധമാണ് ഉള്ളായിരുന്നു. മാത്രമല്ല ആ രാജ്യം കടന്നുപോയ രീതി, അതായത് അമേരിക്കൻ വാർ കണ്ടു, അമേരിക്ക വിയറ്റ്നാം വാറിലൂടെ കടന്നുപോയി. അതിനുശേഷമാണ് ഡിക്റ്റേറ്റർഷിപ്പ് ഭരണത്തിലൂടെ കടന്നുപോയി. അപ്പോ ഈ വാർസ് ഒക്കെ ത്രൂ ഔട്ട് ദ സെഞ്ചുറി വിത്ത് സിഗ്നിഫിക്കന്റ് സോഷ്യൽ വർക്കിൽ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു മനസ്സിലാക്കാം. അപ്പൊ അതിനൊക്കെ ശേഷം 1957 വിയറ്റ്നാം ആർമി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ 1975 മുതൽ 1952 വരെയുള്ള കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ സോഷ്യൽ വർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് ഹാൾട്ട് ചെയ്തിരുന്നു, തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്താണ് റീഅസ്യൂം വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സെന്റർ ഫോർ സോഷ്യൽ വർക്ക് ട്രെയിനിങ് ആൻഡ് റിസർച്ച് 1989 1975 ടു 1986 വരെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്താക്കിയിരുന്നു? സോഷ്യൽ വർക്ക് ട്രെയിനിങ് പ്രോഗ്രാം നിർത്തിവെച്ചിരുന്നു താൽക്കാലികമായി. എന്നതിന് ശേഷം 1989 സെന്റർ ഫോർ സോഷ്യൽ വർക്ക് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സ്ഥാപിച്ചുകൊണ്ട് ഈ ട്രെയിനിങ് വർക്ക് സോഷ്യൽ വർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് റെസ്യൂം ചെയ്യുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ചൈനയിലേക്ക് നോക്കുമ്പോൾ 1921 തന്നെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചൈനയിൽ എസ്റ്റാബ്ലിഷ് ആണ്. ചൈന എന്നത് ലാർജസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേഷൻ ആണ്. പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേഷൻ ആണ്. അവിടെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പൽ ഐഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ തന്നെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1921 തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സോഷ്യൽ വർക്ക് പ്രോഗ്രാം 1952 കമ്മ്യൂണിസ്റ്റ് റൂളിലെ 7 എന്താണ് ഒന്ന് ഹോൾഡ് ചെയ്യപ്പെട്ടിരുന്നു, നമ്മൾ വിയറ്റ്നാം കണ്ട പോലെ തന്നെ. പിന്നെ സോഷ്യൽ സയൻസ് സബ്ജക്ട് 1970 എന്താണ് വീണ്ടും റീകൺസിഡർ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ദി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ 1956 ദി സോഷ്യൽ വർക്ക് ആൻഡ് മാനേജ്മെന്റ് ആഡ് ചെയ്യുന്നു എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട ഇവന്റ്. ദി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഡ് സോഷ്യൽ വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഇൻ 1986. പിന്നെ കാണുന്നത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ്. 1986 സോഷ്യൽ വർക്ക് ആൻഡ് മാനേജ്മെന്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഡ് ചെയ്ത ശേഷം 1986 മുതൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കും. ഇനി നമ്മള് ജപ്പാനിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്കയെതിരെ പൊരുതിയ ഒരു രാജ്യമാണ്. അതിൽ അമേരിക്കയിലെ കൂടുതൽ എന്താണ് വിനാശം ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യവും ജപ്പാനാണ്. പക്ഷേ ജപ്പാൻ എന്താണ് ഈ അലൈഡ്സിനായിട്ട് സറണ്ടർ ചെയ്തത് കൂടെ എന്താണ് അമേരിക്കയുമായിട്ട് ജപ്പാൻ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയാണ് ജപ്പാനെ ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായതുകൊണ്ട് തന്നെ അമേരിക്ക കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ 1946
ജപ്പാൻ കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. പിന്നെ ജാപ്പനീസ് അസോസിയേഷൻ ഓഫ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് JASSW അത് 1955 ഫോം ചെയ്യപ്പെടുന്നു. പിന്നെ എന്താണ് ഗ്രോത്ത് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആണുള്ളത്. അതിന്റെ ഫോക്കസ് എന്തായിരുന്നു? സർട്ടിഫൈഡ് സോഷ്യൽ വർക്കേഴ്സ് വിത്ത് ഫോക്കസ് ഓൺ സർട്ടിഫൈഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ 1987. അപ്പോ അമേരിക്കയിലെ ജപ്പാനിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1946 ജപ്പാൻ കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. 1955 ജാപ്പനീസ് അസോസിയേഷൻ ഓഫ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഫോം ചെയ്യപ്പെടുന്നു. 1957 തൊട്ട് എന്താണ് ഗ്രോത്ത് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്തായിരുന്നു? ഫോക്കസ്ഡ് ഓൺ സർട്ടിഫൈഡ് സോഷ്യൽ വർക്കേഴ്സ്. അടുത്ത് നമ്മൾ സൗത്ത് കൊറിയയിലേക്കാണ് നോക്കുന്നത്. സോ സൗത്ത് കൊറിയയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ നാൾവഴികൾ നോക്കുമ്പോൾ Tewakwon established 1923 as the first modern school of social work institution. സൗത്ത് കൊറിയയിലെ 1923 ഫസ്റ്റ് മോഡേൺ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം എന്താണ് 1950 മുതൽ 53 വരെ ഉള്ള കൊറിയൻ വാർ എന്താണ് അവരുടെ ആ നിലവിലുണ്ടായിരുന്ന സ്ഥിതിയെ മാറ്റിമറിച്ച് ഒരു പീരീഡ് ആണ്. അവിടെ കൂടുതലായിട്ടുള്ള ഫോറിൻ എയ്ഡും റിലീഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടെ നടക്കുന്ന ആ ഒരു പീരീഡിലാണ്. അപ്പോൾ അതിനുശേഷം 1970 ആകുമ്പോൾ എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുണ്ട്. വളരെ ഒരു ഹ്യൂമൻ ക്യാപിറ്റലാണ് സൗത്ത് കൊറിയയിൽ കൂടുതലുള്ളത്. അതുവഴി അവർ എക്കണോമിക് പ്രോസ്പെരിറ്റി നേടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും 1980 മുതൽ. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 20,000 സ്റ്റുഡൻസ് വേരിയസ് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ആയിട്ട് അവിടെ എൻറോൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് നമ്മൾ സൗദി അറേബ്യയിലേക്കാണ് നോക്കുന്നത്. സൗദി അറേബ്യയിലെ സോഷ്യൽ വർക്ക് എങ്ങനെയാണ്? സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഈസ്റ്റേൺ ഇസ്ലാമിക രാഷ്ട്രമാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ അത് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് ആ വാല്യൂവിന്റെ ഡീപ് റൂട്ടഡ് ആയിട്ടാണ് അവരവരുടെ എന്താണ് ഡെവലപ്മെന്റൽ പ്ലാൻസ് ആയിക്കോട്ടെ അതൊക്കെ ഔട്ട്ലൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെന്റ് പ്ലാൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രധാനമായും ഉള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ റീഹാബിലിറ്റേഷൻ, കെയർ ആൻഡ് റെമഡിയൽ സർവീസസ് ഇതിനൊക്കെയാണ് അവർ കൂടുതൽ ഊന്നൽ കൊടുത്തുള്ളത്. അപ്പോൾ എന്താണ് ലെസ് ഫോർച്ചുനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സഹായിക്കുക എന്ന് ഇസ്ലാം പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലാണ് അവർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് വിഭാവനം ചെയ്തത്. മാത്രമല്ല ഇവിടെ നോക്കുമ്പോൾ വെസ്റ്റേണിന്റെ അതീശത്വം നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം വെസ്റ്റിൽ നിന്ന് കിട്ടിയ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. നേരെ സൗദി അറേബ്യയില് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ബാച്ചിലർ ലെവലിലുള്ള ബേസിക് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് അവിടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ആയി വരുന്നത്. മാത്രമല്ല ഈ ഇസ്ലാമിക് എന്താണ് ക്ലിയർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നടപ്പിലാക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അത് നടപ്പിലാക്കാനുള്ള കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവരുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ എങ്ങനെ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിൽ അവർ നേരിടുന്ന കഷ്ടപ്പാടുകൾ, എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന യഹൂദ ജനതയാണ് അവിടെ ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ടൈം പീരീഡ് നമ്മൾ നോക്കിക്കാണുന്നത്. ഹെർണിറ്റ ഷോർട്സ് ആണ് അവിടെ മോഡേൺ ആയിട്ടുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് വെൽഫെയർ കോൺസെപ്റ്റ് 1931 അവതരിപ്പിക്കുന്നത്. 1934 ആകുമ്പോഴേക്കും അവിടെ 1 year ട്രെയിനിങ് കോഴ്സ് വരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ ആൻഡ് മോഡേൺ കോൺസെപ്റ്റ്, പബ്ലിക് വെൽഫെയർ ആൻഡ് ഇമിഗ്രന്റ് അഡോപ്ഷൻ വർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ എങ്ങനെ ഫോം ചെയ്ത കാര്യങ്ങൾ, അവിടെയുള്ള ഇമിഗ്രന്റ് അഡോപ്ഷൻ വർക്ക്, അതുപോലെ പബ്ലിക് വെൽഫെയറിലേക്ക് അവരെന്താണ് ഈ ട്രെയിൻഡ് പേഴ്സണലിലെ മോഡേൺ കോൺസെപ്റ്റിനെ അവരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കാരണം ഇസ്രായേൽ എന്ന രാജ്യം എത്രത്തോളം ടെക്നിക്കലി സാവിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഹയർ പൊസിഷൻ ആണ്. കാരണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലേറ്റിൽ ഫോം ചെയ്ത ഒരു രാജ്യമാണ് എങ്കിൽ പോലും ഒരു ഹയർ പവർ ആയിട്ട് ഇസ്രായേൽ മാറിയ കാരണം എന്താണ്, അവർ ഈ പഠിക്കുന്ന സാധനത്തെ കറക്റ്റ് ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിച്ചു എന്നതാണ്. കാരണം നമ്മളിപ്പോ കുറെ തിയറി പഠിച്ചു വെക്കും, പക്ഷെ അതൊന്നും ഉപയോഗിക്കുകയല്ല. പക്ഷെ അവിടെ എന്താണ് 1934 1 year ട്രെയിനിങ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ആ ട്രെയിൻഡ് പേഴ്സണലിനെ മോഡേൺ കോൺസെപ്റ്റിനെ പബ്ലിക് വെൽഫെയറിലാണ് ഉപയോഗിക്കുന്നു. അതെന്താണ് അവിടുത്തെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വീണ്ടും ഇവോൾവ് ചെയ്യാൻ അതിന്റെ ഒരു ഇവല്യൂഷൻ തന്നെ കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ നമ്മൾ എന്താണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നമ്മൾ കടന്ന് നമ്മളെ നോർത്ത് അമേരിക്കയിൽ മനസ്സിലാക്കി, സൗത്ത് അമേരിക്ക മനസ്സിലാക്കി,
ഏഷ്യയിലെ രാജ്യങ്ങളിലൂടെ നമ്മൾ കടന്നു. ഇനി നമ്മൾ ആഫ്രിക്കയിൽ എങ്ങനെയാണ് ഇതിന്റെ നാൾവഴികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആഫ്രിക്കന്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഫ്രിക്ക എന്തായിരുന്നു? യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു ആഫ്രിക്കൻ നേഷൻസ്. പല രാജ്യങ്ങളും മിക്കവാറും രാജ്യങ്ങൾ എന്നത് മാത്രമല്ല, അവിടെ നിന്നിരുന്ന പല കാര്യങ്ങൾ, അതായത് സ്ലേവ് ട്രേഡ്, അതുപോലെ തന്നെ വർണ്ണ വിവേചനം ഒക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല അവിടെ ഇത്തരം പ്രാക്ടീസുകളുടെ ദാരിദ്ര്യം അവിടെ എന്താണ് നിലനിൽക്കുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. മാത്രമല്ല കോൾഡ് വാറിന്റെ സമയത്ത് തന്നെ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ രണ്ട് പക്ഷങ്ങളായി പക്ഷം പിടിക്കുകയും അവിടെ നിന്നാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി വരുന്നതിന് ഭാഗമായിട്ട് സിവിൽ വാർസ് ഉടലെടുക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണ് സോഷ്യൽ വർക്ക് അവിടെ ഉണ്ടാകുന്ന രൂപപ്പെടുന്നതും അതിന്റെ എഡ്യൂക്കേഷൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സിനൊക്കെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആ കാര്യങ്ങൾ കൂടി മൈൻഡിൽ ഉണ്ടായിരിക്കുക. പിന്നെ സോഷ്യൽ വർക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ലെഗസീസ് കൊളോണിയൽ പീരീഡിലേക്കാണ് നോക്കുക. കാരണം ഈ ആഫ്രിക്കയിലേക്ക് കൂടുതൽ സോഷ്യൽ വർക്കേഴ്സ് വരുന്നത് പുറമേ നിന്നാണ്. അപ്പോൾ അവരുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിൽ തന്നെയാണെന്നുള്ളത് എന്താണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സൗത്ത് ആഫ്രിക്കയിലെ ആദ്യകാലങ്ങളിൽ എന്താണ് വെള്ളക്കാരന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒന്നായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി വിഭാവനം ചെയ്യപ്പെട്ട ഒന്നായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. 1924 ഫസ്റ്റ് സോഷ്യൽ വർക്ക് ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്യപ്പെടുന്നത്. അത് ട്രാൻസ്വാൾ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അതിനുശേഷം 1939 എന്ന കാലമാണ് നമ്മൾ പിന്നെ ഓർത്തിരിക്കുന്നത്. അവിടെ 7 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഗ്രാജുവേറ്റ് സോഷ്യൽ വർക്ക് കോഴ്സസ്. 1939 ആകുമ്പോഴേക്കും 7 യൂണിവേഴ്സിറ്റികൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. നിലവിൽ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക ഈസ് ബേസ്ഡ് ഇൻ 20 യൂണിവേഴ്സിറ്റി, 20 സർവകലാശാലകളും 1 കോളേജ് ഓഫറിംഗ് 4-year പ്രൊഫഷണൽ ഡിഗ്രി. അതിലൊരു കോളേജ് 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി ഓഫർ ചെയ്യുന്ന ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞിരുന്നു, പുവർ വൈറ്റ് പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനുള്ള ഒന്നായിട്ടാണ് ഇനീഷ്യലി അതിന് റെസ്പോണ്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സ്വീകരണമാണ് ലഭിക്കുന്നത്. എന്നാൽ 1994 ഫസ്റ്റ് സോഷ്യൽ വർക്ക് ഡിപ്ലോമ കോഴ്സ് ട്രാൻസ്ഫർ കോളേജിൽ ആരംഭിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് തോന്നുന്നു സ്ലൈഡ്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ? ഓക്കെ, ഫൈൻ. ഇനി സൗത്ത് ആഫ്രിക്ക ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ DSW, ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, 1948 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. DSWന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ്. അത് സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ DSW ഇനീഷ്യേറ്റഡ് പ്രൊബേഷൻ ആൻഡ് സ്കൂൾ അറ്റൻഡൻസ് പ്രോഗ്രാം ഫോർ ആഫ്രിക്കൻ പീപ്പിൾ. അത് സ്കൂൾ അറ്റൻഡൻസ് പ്രോഗ്രാം ഫോർ ആഫ്രിക്കൻ പീപ്പിൾ അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരുന്ന പദ്ധതി. ഇതെന്താണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ലാക്ക് ഓഫ് സോഷ്യൽ വർക്ക് ട്രെയിനിങ് ലീഡ് ടു റിലയൻസ് ഓൺ ലാക്ക് സോഷ്യൽ വർക്കേഴ്സ് ട്രെയിൻഡ് ഇൻ അതർ കൺട്രീസ്. പിന്നെ അവിടെ നേരിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, അത് കട്ട് ചെയ്ത് മാറ്റണം. ലാക്ക് ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അവിടെ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു അവൈലബിലിറ്റി ആയിരുന്നു. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ്, അതായത് ബ്ലാക്ക് സോഷ്യൽ വർക്കേഴ്സ് ട്രെയിൻഡ് ഇൻ അതർ കൺട്രീസ്, വേറെ രാജ്യങ്ങളിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ബ്ലാക്ക് സോഷ്യൽ വർക്കേഴ്സ് ആണ് ആഫ്രിക്കയിൽ വന്നിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ അവർ മുൻകൈയിട്ട് നടത്തുകയും ചെയ്തത്. സോ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. മാത്രമല്ല ഇത്ര ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് സോഷ്യൽ വർക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഷേപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുക. കാരണം ബാരിയേഴ്സ് ഉണ്ടായിട്ട് ആ ബാരിയേഴ്സിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അവിടെ സോഷ്യൽ വർക്ക് എക്സിസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. അത് രൂപാന്തരപ്പെടുന്നത് കാലങ്ങൾക്ക് ശേഷം അത് ഒരു സൗത്ത് ആഫ്രിക്കൻ സോഷ്യൽ വർക്ക് ആയിട്ട് മാറുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ സൗത്ത് ആഫ്രിക്ക ശേഷം മനസ്സിലാക്കാൻ പോകുന്നത് സിംബാബ്വെയാണ്. സോഷ്യൽ വർക്ക് ഹിസ്റ്ററി സിംബാബ്വെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ് 1964 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ് എസ്റ്റാബ്ലിഷ്മെന്റിലൂടെയാണ് എന്നത് ഓർത്തിരിക്കുക. ഈ സ്കൂൾ ഓഫർ ചെയ്ത് എന്താണ് 1 year സർട്ടിഫിക്കേഷൻ ഇൻ ഗ്രൂപ്പ് വർക്ക് ആണ്. ഗ്രൂപ്പ് വർക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. 1964 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ് 1 year സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രൂപ്പ് വർക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു 3 year ഡിപ്ലോമ സോഷ്യൽ വർക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്
അത് 1966 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് പിന്നെ എന്താണ്, ഒരു 4 വർഷ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം, 4 വർഷ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാമായി മാറുന്നു. അതൊരു 1975 ഒരു ഡിഗ്രി പ്രോഗ്രാം ആയിട്ട് മാറുന്നു. ഇതാണ് അതിന്റെ ഒരു ടൈം ലൈൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സബ്സിക്വന്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് എന്തെല്ലാണ്, ഹോണർ ഡിഗ്രീസ്, മാസ്റ്റേഴ്സ് ഡിഗ്രി, സ്പെഷ്യലൈസേഷൻസ് ഒക്കെ എന്താണ് സബ്സിക്വന്റ് പ്രോഗ്രാംസ് ഇതിന്റെ കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്ന 1964 സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ്, അത് 1 year സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഗ്രൂപ്പ് വർക്ക്. Then 1960s വരുമ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. 3-year ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ ഒരു 4-year ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം വരുന്നു. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് സർട്ടിഫിക്കേഷൻസ്, ഹോണേഴ്സ്, മാസ്റ്റേഴ്സ് ഡിഗ്രി, സ്പെഷ്യലൈസേഷൻസ് അതൊക്കെ സിംബാബ്വേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് at University of Zimbabwe remains the only institution offering social work education. Social work education offer ചെയ്യുന്ന ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് സിംബാബ്വെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രോഗ്രാം ഹാവ് ബീൻ റാഷണലൈസ്ഡ് ആണ് വിത്ത് ഫോക്കസ് ഓഫ് BSW ഹോണേഴ്സ് ആൻഡ് MSW ഡിഗ്രി. BSW ഹോണേഴ്സും MSW ഡിഗ്രി കൊടുക്കുന്ന രീതിയിലേക്ക് പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് അഡ്രസ് ദി ചാലഞ്ചസ് വിത്തിൻ പ്രൊഫഷൻ. മാത്രമല്ല ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രൊഫഷന്റെ ഉള്ളിൽ വിത്തിൻ പ്രൊഫഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രൊഫഷനുള്ളിലുള്ള ചാലഞ്ചസുകളെ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല സിംബാബ്വേയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൊസൈറ്റൽ നീഡ്സ് ആൻഡ് ചാലഞ്ചസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ രീതിയിൽ ഇവോൾവ് ചെയ്യപ്പെട്ട ആണ് സിംബാബ്വേയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഈജിപ്റ്റ്. ഈജിപ്തിലെ സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് എന്ന് നോക്കാം. സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ഈജിപ്ത് റൺ ബൈ എന്താണ്, മിനിസ്ട്രി ഓഫ് ഇൻഷുറൻസ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് വഖഫ് ആൻഡ് നാസർ സോഷ്യൽ ബാങ്ക്. പ്രധാനപ്പെട്ട 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഈജിപ്തിലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മിനിസ്ട്രി ഓഫ് ഇൻഷുറൻസ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് വഖഫ് ആൻഡ് നാസർ സോഷ്യൽ ബാങ്ക്. മാത്രമല്ല ഈ വെൽഫെയർ വർക്കേഴ്സ് ക്രൂഷ്യൽ ടു ദിസ്, ഈ വെൽഫെയർ വർക്കേഴ്സ് ആണ് പ്രധാനം. കാരണം അവരാണ് ഇതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്നത്, അവരാണ് ഇതിന്റെ പയനിയേഴ്സ്, അവരെന്താണ് ക്രൂഷ്യൽ ടു ദിസ് പ്രോഗ്രാംസ് ആണ്. മാത്രമല്ല സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഈജിപ്ത് ബിഗിൻ ചെയ്തത് 1935 അത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോറിൻ മോഡൽസ് ആണ്, പർട്ടിക്കുലർലി അമേരിക്കൻ മോഡൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കാരണം അമേരിക്കൻ മോഡൽസ് ആണ് എല്ലാവരെയും എന്താണ് ആക്സെപ്റ്റ് ചെയ്തത്. കാരണം അവരുടേതാണ് മികച്ച രീതിയിൽ അതെന്താണ് ചിലരിൽ സ്വമേധ സ്വീകരിക്കുകയും ചിലരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കി വെക്കുക. യൂണിവേഴ്സിറ്റി സച്ച് ആസ് ഹൽവാൻ യൂണിവേഴ്സിറ്റി, കൈറോ യൂണിവേഴ്സിറ്റി, അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റി ആൻഡ് അൽ അസർ യൂണിവേഴ്സിറ്റി എന്നാണ് സോഷ്യൽ വർക്കിൽ കോഴ്സുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. അതിൽ 1935 എന്താണ് ഹൽവാൻ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണ്, ദി ഫസ്റ്റ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം ഹൽവാൻ യൂണിവേഴ്സിറ്റിയിലാണ്. 1935 ഫസ്റ്റ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ 1946 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ എന്താണ് എയിം ചെയ്ത്, എസ്റ്റാബ്ലിഷ് എ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ വർക്ക്. ഒരു ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ വർക്കിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നത് 1946 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റെസൊല്യൂഷൻ എന്താണ് രേഖപ്പെടുത്തുന്നുണ്ടായി, അല്ലെങ്കിൽ എയിം ചെയ്യുന്നുണ്ടായി. അവർ കൃത്യമായി അണ്ടർലൈൻ ചെയ്ത കാര്യം പറയുകയുണ്ടായി. പിന്നെ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ വർക്ക് അറ്റ് ഹൽവാൻ യൂണിവേഴ്സിറ്റി ഓഫർ ഹയർ ഡിപ്ലോമ, മാസ്റ്റേഴ്സ് ഡിഗ്രി, PhD ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിലെ ഹൽവാൻ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതാണ് സോഷ്യൽ വർക്കിൽ PhDയും ഡിപ്ലോമയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഒക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് അത് എന്താണ് ഇവോൾവ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഈജിപ്ത് കൃത്യമായ ഒരു റോള് വഹിക്കുന്നുണ്ട് വെസ്റ്റേൺ മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നോർത്ത് അമേരിക്കൻ മിഡിൽ ഈസ്റ്റിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അത് എന്താണ് ഈജിപ്ത് വളരെ മികച്ച റോള് വഹിക്കുന്നത്. അതായത് ഈജിപ്ത് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ സ്പ്രെഡിങ് ദ വെസ്റ്റേൺ മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ നോർത്ത് അമേരിക്ക ആൻഡ് ദ മിഡിൽ ഈസ്റ്റ്. കാരണം ഈജിപ്ത് അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു വെസ്റ്റേൺ മോഡലാണ്. അതെന്താണ് സ്പ്രെഡ് ചെയ്യുന്നതിലും അവരുടെ ഇതേ മോഡൽ തന്നെ അവർ സ്പ്രെഡ് ചെയ്യുന്നതിലും എന്താണ് സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട്. എവിടെയിലാണത്, വെസ്റ്റേൺ മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നോർത്ത് ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ്. സോറി, ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മൊത്തം കട്ട് ചെയ്യുക. അതായത് ഈജിപ്ത് പ്ലേസസ് സിഗ്നിഫിക്കന്റ് ഉള്ളത് മൊത്തം കട്ട് ചെയ്യുക. ഈജിപ്തിലെ സോഷ്യൽ വർക്ക് കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം ഈജിപ്തിന്റെ സിഗ്നിഫിക്കന്റ് റോളാണ്. എന്തില്, വെസ്റ്റേൺ മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ
നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഈജിപ്തിന്റെ റോള്. കാരണം നമ്മളിപ്പോ എന്താണ് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ അത് ഈജിപ്തിന് എന്താണ് സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല പിന്നെ ഈജിപ്തിലെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാച്ചിലറേറ്റ് ലെവല് വർക്കേഴ്സ് ആർ ബാക്ക് ബോൺ ഓഫ് ദി പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഈജിപ്ത്. ബാച്ചിലർ സോഷ്യൽ വർക്ക് BSW കഴിഞ്ഞ അങ്ങനത്തെ ആളുകളാണ് ഈ അടുത്ത പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്റെ ബാക്ക് ബോൺ ആയിട്ട് കരുതപ്പെടുന്നത്. മാത്രമല്ല ഇവരെ NGOs, കോർപ്പറേറ്റ് ബോഡീസ്, ഗവൺമെന്റ് മിനിസ്ട്രീസ് ഒക്കെ എന്താണ് ഇവരെ ഇവരെ അബ്സോർബ് ചെയ്യുക, അവരെ കൃത്യമായി എംപ്ലോയ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലും അവരുടെ വെൽഫെയർ പ്രോഗ്രാംസ് കൃത്യമായി എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മാത്രമല്ല എംപ്ലോയീസ് അറേഞ്ച് ട്രെയിനിങ് ഫോർ ന്യൂലി അപ്പോയിന്റ് സോഷ്യൽ വർക്കേഴ്സ് ടു അപ്ഡേറ്റ് ദ സ്കിൽ. മാത്രമല്ല ഇവിടെ എന്താണ് ഒരാൾക്കാരെ അബ്സോർബ് ചെയ്ത്, അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യുക മാത്രമല്ല അവരെ വീണ്ടും അപ്സ്കിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈജിപ്ത് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ഡിഫ്യൂസിംഗ് വെസ്റ്റേൺ മോഡൽ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈജിപ്തിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെ ഇവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ഡിഫ്യൂസിംഗ് ദ വെസ്റ്റേൺ മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ അറബ് വേൾഡ്. അറബ് വേൾഡിലേക്കുള്ള പാശ്ചാത്യ ശക്തികളുടെ എഡ്യൂക്കേഷന്റെ കടന്നുകയറ്റത്തിന് എന്താണ് നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് ഈജിപ്ത് തന്നെയാണ് എന്നത് നിങ്ങൾ എന്താക്കുക മനസ്സിലാക്കുക. കാരണം ഈജിപ്ത് ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് റോളിന് സ്പ്രെഡിങ് ആണെങ്കിൽ ഇപ്പൊ എന്താണ് ഡിഫ്യൂസിംഗിലേക്ക് ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ആഫ്രിക്കൻ കൺട്രീസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒരു പൊതു ചിത്രം നമ്മൾ നോക്കുമ്പോൾ അപ്പാർട്ട് ഫ്രം സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ബോസ്വാന ആൻഡ് ഈജിപ്ത് ആൻഡ് മെനി അതർ ആഫ്രിക്കൻ കൺട്രീസ് എന്താണ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോ ലിബിയ എന്താണ് ഹാസ് 7 ഇന്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് BSW പ്രോഗ്രാംസ് ലിബിയക്ക് ഉണ്ട്. സുഡാൻ ഹാസ് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ്. സുഡാനിൽ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ഓഫേർഡ് ബൈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫേർഡ് വെച്ചാൽ ബൈ യൂണിവേഴ്സിറ്റി ഓഫ് ഖാർട്ടൂം, ഉംഡുർമാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആൻഡ് കൈറോ യൂണിവേഴ്സിറ്റീസ് ഖാർട്ടൂം ബ്രാഞ്ച് ഒക്കെ സുഡാനിൽ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡൈവേഴ്സിറ്റി ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് അക്രോസ് ആഫ്രിക്കയിൽ ഇപ്പൊ ലിബിയ ആയിക്കോട്ടെ, സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ, സിംബാബ്വെ ആയിക്കോട്ടെ, ബോസ്വാന ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, സുഡാൻ ആയിക്കോട്ടെ, എവിടെയൊക്കെ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ഉണ്ട് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്, ആ റീജിയന്റെ ആഫ്രിക്കൻ റീജിയന്റെ കമ്മിറ്റ്മെന്റ് ആണ്, സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ കടന്നു കഴിയുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക വഴി നിങ്ങളെ നോർത്ത് അമേരിക്കയിലെ സോഷ്യൽ വർക്കിന്റെ നാൾ വഴികൾ, അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ചരിത്രം, അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, പ്രധാനപ്പെട്ട വർഷങ്ങൾ, അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി വായിക്കുമ്പോൾ ആ ഒരു ഐഡിയ ഇത് കേട്ട് കഴിഞ്ഞ് നിങ്ങളുടെ മെറ്റീരിയലിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവിക അത് ഒരു പോയിന്റിനോട് അനുബന്ധിച്ച് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ കൂടുതൽ ഒരു വ്യക്തത വരും. നമ്മൾ പ്രധാനപ്പെട്ട മാർക്ക് ചെയ്യേണ്ട പോയിന്റുകൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ അതിന് ഫോക്കസ് ചെയ്യുക, അതിന് ചുറ്റുമുള്ള ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുക. സോ ആ രീതിയിൽ നിങ്ങളെ വായനയെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലൂടെ കോണ്ടിനെന്റ്സിലൂടെ നമ്മൾ അതിന്റെ രാജ്യങ്ങളിലൂടെ അതിന്റെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ നാൾവഴിയിലൂടെ നമ്മൾ കടന്നു. അപ്പൊ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന വഴി എന്നതാണ് നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം എന്നാണ്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യമാണ്, അത് എൻറ്റയർലി സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ എന്റെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ എന്നത് പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രാജ്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അമേരിക്ക, കാനഡ. അപ്പൊ അമേരിക്കൻ കാനഡയിൽ വരുമ്പോൾ ഈ നോർത്ത് അമേരിക്കൻ വെറൈറ്റി എന്താണെന്ന് പറയുക, നോർത്ത് അമേരിക്കൻ വെറൈറ്റിയിലെ ഡിഫറൻസ് പറയുക, മാത്രമല്ല അമേരിക്കയിലെ കാര്യങ്ങൾ പറയുക, അമേരിക്കൻ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് വന്നത്, അതിലെ പ്രധാനപ്പെട്ട 3 രീതിയിൽ നമ്മൾ എന്തായിട്ടുണ്ട് അമേരിക്കൻ സോഷ്യൽ വർക്കിനെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിബേറ്റുകൾ, അതുവഴി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് പൊളിറ്റിക്കൽ എക്കണോമിക് ചേഞ്ചസ്. സോ ഒന്ന് ജസ്റ്റ് ആ സ്ലൈഡ് നോക്കിയാൽ ആ കാര്യങ്ങൾ, ആ 3 ഹെഡിന്റെ ഇത് 3 ഡെവലപ്മെന്റ് പറയുക, മാത്രമല്ല അതില് നമ്മൾ എന്താകുന്നു ഈ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് പറയണം. അതിനുശേഷം സെക്കൻഡിലേക്ക് വരുമ്പോൾ എലിസബത്തിൻ കോർല പോലുള്ള യൂറോപ്യൻ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും അവിടെ ഇനി ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് പറയണം. അതിനുശേഷം എക്കണോമിക് ക്രൈസിസിന്റെ ഇത് പറയണം, ന്യൂ ഡീല് പറയണം, സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പറയണം, ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാം പറയണം. അപ്പോൾ ആ രീതിയിൽ അതിനെ സ്വീകരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ സ്വീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക.
അതിനുശേഷം കാനഡയിലെയും നമ്മൾ ഇതുപോലെ മൈൽ സ്റ്റോൺ ഒക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അഡ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റില് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എക്സ്പ്ലനേറ്ററി നിങ്ങളുടെ മെയിൻ ബോഡിയിൽ, അതായത് നമ്മൾ 3 പാരഗ്രാഫ് ആണല്ലോ, അത് മെയിൻ ബോഡിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ദെൻ യു ഷുഡ് ഹാവ് എ കൺക്ലൂഷൻ. ഇന്ന കാര്യങ്ങളാണുള്ളത്, ഇന്ന കാര്യങ്ങളാണുള്ളത്, പ്രസന്റ് വാല്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് ഫിഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, കൂട്ടിച്ചേർക്കാം. ഈ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വെൽഫെയർ ഇൻ നോർത്ത് അമേരിക്ക പറയുമ്പോൾ ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുമ്പോൾ കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് എന്താക്കാം, ക്ലബ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ് നിങ്ങളുടെ കുറച്ചും കൂടി സ്കില്ലൊക്കെ അവിടെ എന്താണ് നിങ്ങൾക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ ആൻസർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ all the best. We'll see you in the next class.